എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊൽക്കത്തയിലാണ്. കൊൽക്കത്തയിലെ വിക്ടോറിയ മെമ്മോറിയലിന് മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കൊൽക്കത്തയിലെ ഏറ്റവും ചരിത്ര പ്രസിദ്ധമായ ഒരു നിർമ്മിതിയാണ് വിക്ടോറിയ മെമ്മോറിയൽ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്കുള്ള യാത്രയാണിന്ന്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ലഗേജ് കൗണ്ടർ. നമ്മൾ എന്തെങ്കിലും ലഗേജുമായിട്ട് വന്നാൽ ഇവിടെ പ്രത്യേക ഫീസൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ മുമ്പിലേക്ക് നമുക്ക് പോവാം. ടിക്കറ്റ് കൗണ്ടറിൻ്റെ മുമ്പിലേക്ക് തന്നെ നല്ലൊരു ക്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കൊൽക്കത്തയിലെ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന ഒരു ഭാഗമാണ് ഈ വിക്ടോറിയ മെമ്മോറിയൽ. അപ്പോൾ ഇതിൻ്റെ മുമ്പിലൂടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് യാത്രക്കാർ, ഒരുപാട് വിദേശികൾ എല്ലാവരും എത്തുന്ന ഒരു സ്ഥലമാണ്. ഇതിൻ്റെ ക്യൂ തന്നെ വളരെ നീണ്ട നിരയുള്ള ഒരു ക്യൂ ആണ്. ഏകദേശം 30 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. പിന്നെ ഈ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു നിർമ്മിതിയാണ് കൊൽക്കത്തയിലെ ഈ കാണുന്ന വിക്ടോറിയ മെമ്മോറിയൽ. അതിൻ്റെ ഓർമ്മകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഈ കാണുന്നതാണ് ഇവിടുത്തെ വിശാലമായ ആദ്യത്തെ പൂന്തോട്ടം. ഒരു സൈഡിൽ ലേക്ക് ഉണ്ട്, പിന്നെ ഒരു സൈഡിലുള്ള ഒരു സ്ട്രക്ചറാണിത്. ഇതും കഴിഞ്ഞിട്ടാണ് നമ്മുടെ വിക്ടോറിയ മഹാരാജ്ഞിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി 1906-നും 1926-നും ഇടയിൽ കൊൽക്കത്തയിൽ നിർമ്മിച്ച, പ്രത്യേകിച്ചും പറഞ്ഞാൽ തന്നെ സെൻട്രൽ കൊൽക്കത്തയിലെ ഏറ്റവും വലിയ മാർബിൾ നിർമ്മിതിയാണ് ഈ നമ്മുടെ മുന്നിൽ കാണുന്ന ഈ വിക്ടോറിയ മെമ്മോറിയൽ. ഒരുപാട് സവിശേഷതകളുള്ള നിർമ്മിതിയാണ്. ഇതിൻ്റെ കെട്ടിടത്തിൻ്റെ നിർമ്മാണ രീതിയും രൂപവൈവിധ്യവും തന്നെ വ്യത്യസ്തതയുള്ളതാണ്. കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളാണ് ഇതിന് ചുറ്റുവട്ടത്തും മുകളിലുള്ളത്. കവാടം കഴിഞ്ഞ് എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ആദ്യം കാണുന്നത് ഈ വിക്ടോറിയ മെമ്മോറിയലിൻ്റെ പണിതുകൊണ്ടിരിക്കുന്ന കാലത്തെ ഓരോരോ കാഴ്ചകളാണ്. അതായത് ഇത് തുടങ്ങിയ കാലം മുതൽ ഇതുവരെയുള്ള ഓരോ കാര്യങ്ങൾ, അതേപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഒരുപാട് ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയ നിർമ്മിതികളാണ് ഈ മാർബിൾ പാലസിന് ചുറ്റുമുള്ളത്. ഇതെല്ലാം തന്നെ നമുക്ക് നേതാജിയുടെ ആ സുവർണ കാലഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. നേതാജിയുടെ ലെറ്ററുകൾ, നേതാജിയുടെ ഓരോ വചനങ്ങൾ, ഇതെല്ലാം തന്നെ ഇവിടെ ഈ മാർബിൾ കൊട്ടാരത്തിനുള്ളിൽ കൊത്തി വച്ചിരിക്കുന്നു. നേതാജി കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച കാര്യങ്ങൾ പോലും ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, അതിൻ്റെ കാരണങ്ങൾ. അതേപോലെ നേതാജിയുടെ തലപ്പാവ്, നേതാജിയുടെ നടത്തിയ ദില്ലി ചലോ യാത്രയുടെ ഫോട്ടോകൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവിടെയുണ്ട്. നേതാജിയുടെ ഇതുവരെ കൊൽക്കത്തയുടെ സ്വന്തം നേതാവായിരുന്നല്ലോ നേതാജി. ആ നേതാജിയുടെ പല തിരുശേഷിപ്പുകളും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. തോക്കുകൾ, അതേപോലെ അന്നത്തെ കാലത്തെ പുരാതനമായ ഡ്രസ്സുകൾ എന്നിവയെല്ലാം തന്നെ ഈ കൊട്ടാരത്തിൻ്റെ 4 ഭാഗങ്ങളിലും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ ഏറ്റവും സ്വാധീനിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ പെയിൻറ്റിങ്ങുകളാണ്. അന്നത്തെ കാലത്തെ ഇന്ത്യയിലെ പല പുരാതന നഗരങ്ങളുടെയും പെയിൻറ്റിങ്ങുകൾ ഈ കൊട്ടാരത്തിൻ്റെ 4 ഭാഗത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ താജ്മഹലിൻ്റെ, അതുപോലെ മധുരയുടെ, അതുപോലെ അന്നത്തെ പല പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രങ്ങളുടെയും മറ്റ് പ്രസിദ്ധമായ കൊട്ടാരങ്ങളുടെയും രൂപരേഖകൾ ഇവിടെയുണ്ട്, തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അന്തഃപുരവാതിൽ കടന്നെത്തിക്കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചയാണിത്. കുത്തനെയുള്ള ഒരു കൂറ്റൻ ഗോപുരത്തിനടിയിലെത്തിയ പോലെയുള്ള പ്രതീതി. നാനാഭാഗത്തും മാർബിൾ കൊണ്ടും മരതക പച്ചകൾ നിറഞ്ഞ ഒരു പ്രത്യേകതരമായിട്ടുള്ള ജനാലകളും സജ്ജീകരിച്ചിരിക്കുന്നു. ഇതിലെ കലാരൂപങ്ങളും കൊത്തുപണികളും നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുക ഇതിൻ്റെ രൂപഘടന തന്നെയാണ്. ചുറ്റുവട്ടങ്ങളിലും കൊത്തുപണികൾ, ഇതെല്ലാം നമ്മളെ പഴയ ആ സുവർണകാലത്തിലേക്ക് എത്തിച്ച് കൊണ്ടുവരും.
പലതരത്തിലുള്ള കലാപരിപാടികൾ ഇതിനുള്ളിൽ അരങ്ങേറാറുണ്ട്. അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ ഒരു പ്രദർശനശാല ഉണ്ടായിരുന്നു. അതായത് പ്രകൃതിയുടെയുമായിട്ട് ബന്ധപ്പെട്ട ചിത്രശലഭങ്ങളുടെയൊക്കെ ഒരു ഫോട്ടോ എക്സിബിഷൻ പോലെ ഒരു കാര്യം ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു പ്രത്യേകത പോലെ തോന്നി. ഇവിടെയുള്ള കാഴ്ചകളിൽ എൻ്റെ മനസ്സിൽ തറച്ചൊരു വാക്കാണിത്. ഡോണ്ട് വറി അബൌട്ട് മീ, ഇംഗ്ലണ്ട് ഹാസ് നോട്ട് എ മെയ്ഡ് എ ബോംബ് ദാറ്റ് ക്യാൻ കിൽ മീ. നേതാജിയുടെ വാക്കുകൾ. കോണിക്കടവുകൾ പിന്നിട്ട് നമ്മൾ മുകളിലത്തെ നിലയിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഒരുപാട് സഞ്ചാരികൾ ഉറ്റുനോക്കുന്ന ഒരു പൂന്തോട്ടമാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ നല്ലൊരു പൂന്തോട്ടം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ധാരാളം ആളുകളുടെ ഒരു സെൽഫി സ്പോട്ട് കൂടിയാണ് ഇവിടെ. നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ ഇവിടെ കാണുന്ന പല റൂമുകളും നമ്മുടെ മുന്നിൽ അവൈലബിൾ അല്ല, എല്ലാം ലോക്കഡാണ്. ഗോപുരത്തിൻ്റെ ഒരുപാട് ഭാഗങ്ങളിൽ ധാരാളം റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അങ്ങോട്ടൊന്നും നമുക്ക് പ്രവേശിക്കാനൊന്നും സാധിക്കുകയില്ല, എല്ലാം പൂട്ടി ലോക്ക് ചെയ്തിരിക്കുകയാണ്. അല്ല ഇത്രയും നേരം എന്നോട് സഹകരിച്ച എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും ഞാൻ നന്ദി പറയുന്നു. എന്നെ കാണുന്ന തെറ്റുകളെല്ലാം നിങ്ങൾ എന്നോട് പറഞ്ഞു തരണം. നന്ദി, നമസ്കാരം.